വെടിക്കെട്ട് അപകടമുണ്ടായ തൃശൂർ മുണ്ടത്തിക്കോട്ടെ ദുരന്ത സ്ഥലത്ത് നിന്ന് വീണ്ടും ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തി. എല്ലിൻ കഷ്ണം ഉൾപ്പെടെയാണ് കണ്ടെത്തിയത്. നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ നിന്നാണ് നാട്ടുകാർക്ക് ശരീരഭാഗം ലഭിച്ചത്. ദുരന്ത സ്ഥലത്ത് കടാവർ നായകളെ ഉൾപ്പെടെ എത്തിച്ച് വീണ്ടും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 125 പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘവും സ്ഥലത്ത് പരിശോധന ഇപ്പോൾ നടത്തുന്നു. സോണൽ കിഷ ഇപ്പോൾ സ്ഥലത്തുണ്ട്. സോണൽ കിഷ, തെരച്ചിൽ ഇനിയും പൂർണ്ണമായിട്ടില്ല. ഇന്നിപ്പോൾ വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തി എന്ന വാർത്തയാണല്ലോ വരുന്നത്. സോണൽ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഇന്ന് വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം അതിൽ ഒരു ബോണിന്റെ ഭാഗം കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാറി മുണ്ടത്തിക്കോട് സെൻട്രലിൽ നിന്നാണ് എന്നുള്ളതാണ്. അതിൽ നിഗമനം എന്തുവെന്ന് വെച്ചാൽ തെരുവ് നായ്ക്കൾ ഇവിടെ ഈ പരിസര പ്രദേശങ്ങളിലുണ്ട്. ഒരുപക്ഷെ നായ്ക്കൾ ആ ബോൺ എടുത്ത് അവിടെ ഒരുപക്ഷെ കൊണ്ടുപോയതാവാം എന്നുള്ള നിഗമനത്തിലൊക്കെയാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. എന്തായാലും അതിനുശേഷം 3ഓളം ശരീരഭാഗങ്ങൾ ഈ പരിസര പ്രദേശത്ത്, അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഫോടനം നടന്ന പരിസര പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് കയ്യിൻ്റെ വിരലിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഫോടനം നടന്നതിന് പുറകുവശത്ത് 125 പേരുടെ പോലീസ് സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ കാണുന്ന പ്രദേശത്തൊക്കെ തിരഞ്ഞാണ് അവർ ഇതിന് പുറകിലേക്ക്, ഈ ടെൻറ്റുകൾ ഉണ്ടായിരുന്നതിന് പുറകിലേക്ക് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 3 കടാവർ നായകൾ എറണാകുളത്ത് നിന്നുള്ള മായയും വെർഫിയും ഇടുക്കിയിൽ നിന്നുള്ള ഏഞ്ചലും ചേർന്നുള്ള പരിശോധന ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതുകൂടാതെ എക്സ്പ്ലോസീവ് ഡോഗ്സ് ആനയും സ്റ്റെഫിയും ചേർന്ന് ഒരു ഭാഗത്ത് പരിശോധന നടത്തുന്നത്. അങ്ങനെ സംയുക്തമായിട്ടൊരു പരിശോധന ഇന്ന് രാവിലെ തന്നെ ഈ പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളതൊരു ഭാഗത്ത് പറഞ്ഞു വെക്കേണ്ടതാണ്. എന്തായാലും വീണ്ടും ശരീരഭാഗങ്ങൾ ലഭിക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എന്തായാലും ഇതിനോടകം തന്നെ 132 ശരീരഭാഗങ്ങളാണ്, ടിഷ്യൂ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് ശേഖരിച്ച് പരിശോധനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്, മോർച്ചറിയിൽ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ DNA പരിശോധനയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തിൽ നിന്നൊരു മൊബൈൽ യൂണിറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏകദേശം 30ഓളം വരുന്ന DNA സാമ്പിളുകൾ ആദ്യ ദിവസം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ശേഖരിച്ച് അതിൽ കാണാതായി എന്ന് പറയുന്ന അവരുടെ ബന്ധുക്കളുടെ സാമ്പിളുകൾ ഉൾപ്പെടെയുണ്ട്. അത് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇന്ന് വൈകിട്ടോ നാളെയോ വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ ഒരു വിവരം മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നത് 6 പേരുടെ നില, 10 പേർ ചികിത്സയിലുണ്ട്, 4 പേർ ഗുരുതരമായി തുടരുന്നുണ്ട്. അതിൽ 6 പേരുടെ നില ആശ്വാസകരമാണ്. ഇന്ന് വൈകിട്ടോ നാളെയോ അവർ ആശുപത്രി വിടും എന്നുള്ള ആശ്വാസകരമായ വിവരം കൂടി തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നുണ്ട്. അരുൺകുമാർ, താങ്ക് യു. സോണൽ കൃഷ്ണയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്.